ഈ മാങ്ങാക്കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ മാങ്ങയാണല്ലോ താരം, ഇപ്പോൾ എത്ര അധികം റെസിപ്പീസ് ആണല്ലേ മാങ്ങ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ വെച്ചിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു മാങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി കുറച്ച് മാങ്ങ ഞാനിതാ ഇതുപോലെ ചെറിയ പീസാക്കിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്ക് ആദ്യം മാങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളെ കയ്യിലുള്ള നട്ട്സ് ഏതെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പിസ്താഷ്യം അതുപോലെ ബദാമുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയുടെ പീസസും പിന്നെ നട്ട്സും ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഏറ്റവും മുകളിലായിട്ട് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും മാങ്ങയുടെ പീസസും പിന്നെ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ മസ്താനി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാമ്പഴ സീസണിൽ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.